മലയാളത്തിന്റെ പ്രിയ നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസന് അന്തിമോപചാരം അർപ്പിച്ച് സാംസ്കാരിക കേരളം. എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് ശേഷം ഭൗതികദേഹം ഇപ്പോൾ തൃപ്പൂണിത്തുറയിലെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മമ്മൂട്ടി, മോഹൻലാൽ, സംവിധായകൻ സത്യൻ അന്തിക്കാട്, സിബി മലയിൽ ഉൾപ്പെടെയുള്ളവർ ടൗൺ ഹാളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. നാളെ രാവിലെ 10 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. സ്മിത ഹരിദാസ് ഉണ്ട് ടൗൺ ഹാളിൽ. ഒപ്പം തന്നെ ഇപ്പോൾ ശ്രീനിവാസന്റെ ഭൗതികദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ വാഹനത്തെ പിന്തുടർന്ന് ഞങ്ങളുടെ പ്രതിനിധി എസ് വിജയകുമാറുമുണ്ട്. സ്മിത, ഇന്ന് ടൗൺ ഹാളിൽ നമ്മൾ കണ്ടത് ശ്രീനിവാസന്റെ സഹപ്രവർത്തകർ, രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖരൊക്കെ തന്നെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും വേണ്ടി എത്തുന്ന ദൃശ്യങ്ങളാണ്. ധാരാളം നിരവധിയായിട്ടുള്ള ഓർമ്മകൾ ശ്രീനിവാസന്റെ പിറവിയിൽ നിന്നുണ്ടായ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ധാരാളം ഡയലോഗുകൾ പല സിനിമകളെയും നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ്. സ്വാഭാവികമായും ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തിത്വം നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമായിരുന്നു മലയാളിയെ സംബന്ധിച്ച്. ആ ഓർമ്മകളൊക്കെ പങ്കുവെച്ചുകൊണ്ടായിരിക്കണം ഇന്ന് അവിടെ എത്തിയിട്ടുള്ള ആളുകൾ അവരുടെ അനുസ്മരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവുക. സ്മിത, എന്താണ് വിവരങ്ങൾ? അതെ ഗോപികൃഷ്ണൻ, ഇതിപ്പോൾ ഇവിടെ നിന്ന് ഒരു കൃത്യം 4 മണിക്ക് തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇവിടെ നിന്ന് കൊണ്ടുപോയെങ്കിലും ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ അദ്ദേഹത്തെ കാണാൻ ഒരു നോക്ക് കാണാനായി ദൂര ഗ്രാമങ്ങളിൽ നിന്നൊക്കെ എത്തിയിട്ട് വൈപ്പിൻ, ഞാറയ്ക്കൽ, വൈക്കം ആ ഭാഗത്തു നിന്നൊക്കെ വന്ന കുറേ പേരെ നമ്മളിവിടെ കണ്ടു. അവർക്കൊന്നും സമയത്ത് എത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ സങ്കടം അവരെല്ലാവരും പറയുന്ന ഒരു കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയൊക്കെയോ അദ്ദേഹം വന്ന് തൊട്ടതുപോലെയുള്ള ഓർമ്മകളാണ് അവർ പങ്കുവയ്ക്കുന്നത്. കാരണം ഒരുപക്ഷെ നേരിട്ട് പരിചയം ഉണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ശ്രീനിവാസൻ എന്ന നടന് അല്ലെങ്കിൽ തിരക്കഥാകൃത്തിന്, ചലച്ചിത്രകാരന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്രത്തോളം ഉണ്ടായിരുന്നു സ്ഥാനം. ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും എത്ര സരസമായിട്ടാണ്, സരളമായിട്ടാണ് വലിയ വലിയ പ്രതിസന്ധികളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങളും പറഞ്ഞിരുന്നത്. അപ്പോൾ മഴ പെയ്ത് തോർന്നിട്ടും മരം പെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോലുള്ള ഒരവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. അവിടെ എവിടെയായിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് 1-2 പേരോട് ചോദിക്കാൻ തോന്നുന്നു. നിങ്ങളൊക്കെ കാണാമെന്നാണോ? അത് ആർട്ടിസ്റ്റുകളാണ് അല്ലേ? അപ്പം എപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടോ? കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷെ എന്നാലും പുള്ളിയുടെ സംസാരിക്കാനും സ്നേഹത്തോട് ചേർത്ത് പിടിച്ചു വർത്താനം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്. അതെ, ചിരിപ്പിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഒരു സന്ദേശമാകുന്ന സിനിമയെടുത്ത വ്യക്തിയാണ് ശ്രീനിവാസ സാർ. ഒരു സന്ദേശം തന്നെയാണ്. അതെ. എല്ലാവർക്കും നല്ലത് മാത്രം ഇതായി പ്രദാനം ചെയ്യുന്നൊരു വ്യക്തിത്വമാണ്. പിന്നെ എന്ത് കാര്യവും തുറന്നു പറയുന്ന കണ്ടു നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. പിന്നെ ആരോടും ഒന്നുമില്ല, എന്ത് കാര്യം മനസ്സ് തുറന്ന് പറയാൻ അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ചലച്ചിത്ര മേഖലയിൽ പല തുറകളിലായിട്ട് പല മേഖലകളിലായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അദ്ദേഹം സ്വന്തം ജ്യേഷ്ഠ സഹോദരൻ്റെ പോലെയോ സുഹൃത്തിൻ്റെ പോലെയോ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ പോലെയോ ആണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കണ്ടതും അത് തന്നെയാണ്. 1 മണി മുതൽ 3 മണി വരെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 4 മണിയിലേക്ക് നീട്ടേണ്ടി വന്നു. കാരണം അത്രത്തോളം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കാണാനായി എത്തിയ സാധാരണക്കാരുടെ ഒരു നീണ്ട നിര. അപ്പം മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ വന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ മേഖലകളിലുള്ള എല്ലാവരും വന്നു. ജീവിതത്തിന്റെ നാനാ തുറകളിൽ നിന്നുമുള്ള ആളുകൾ ശ്രീനിവാസനെ ഒരു നോക്ക് കാണാൻ അന്തിമോപചാരം അർപ്പിക്കാൻ എറണാകുളം ടൗൺ ഹാളിൽ എത്തിച്ചേർന്നിരുന്നു. സ്മിത ഹരിദാസ് ഞങ്ങളുടെ പ്രതിനിധിയാണ് അവിടെ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ ശ്രീനിവാസന്റെ മൃതശരീരം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. നാളെ രാവിലെ 10 മണിക്ക് കണ്ണനാട് വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.